നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മളുടെ റിലേഷൻഷിപ്പ് റീഡിങ് വളരെ ഷോർട്ടായിട്ടാണ് ഇന്നും എടുക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം ഈ ഒരു 1 വീക്ക് അങ്ങനെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് ഗൈഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, അവർ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഇന്നത്തെ ദിവസം എന്തായിരിക്കും നിങ്ങളുടെ എനർജി. ലെറ്റ്സ് സീ. പേജ് ഓഫ് വാൻഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് എംപറർ. ലേശം ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അവർക്കൊരു മെസ്സേജ് ചെയ്യണം അല്ലെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെയിറ്റിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർ കുറച്ചൊരു ഈഗോ വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഫാമിലി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഓഫീസിൽ കുറച്ചുകൂടി നിങ്ങളുടെ സീനിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോസ് ആയിരിക്കാം, ഈവൻ അല്ലെങ്കിൽ അവർക്ക് നല്ല എന്തെങ്കിലും റോളിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അതിൻ്റെ പ്രഷർ വല്ലതും ഉണ്ടാവും, അങ്ങനെയാവാം. ഇവിടെ ഒരു ലേശം കുറച്ച് ഈഗോവും കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഈഗോയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ റീച്ച് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് നിങ്ങളോട് സംസാരിക്കണം, മെസ്സേജ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ്, റൈറ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന, ഡിവൈൻ ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാനില്ല. ഇപ്പോൾ അവരൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു ലേശം യെസ്, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ച് ഒരു ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല അവർ മനസ്സിലെ ഫീലിങ്സ് ചിലപ്പോൾ മറച്ചു വെക്കുന്നതായിരിക്കാം, നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, സോറി. ഓക്കെ, ഓൾമോസ്റ്റ് വീണെന്നെ ഇപ്പോൾ. ഓക്കെ, നമുക്ക് അവർ ഡീപ്പ് ഫീലിങ്സ്, അവരുടെ മനസ്സിലെ ഡീപ്പ് ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളതോടെ ഒന്നെടുത്തേക്കാം വളരെ ഫാസ്റ്റായിട്ട്. ഓക്കെ, വാവ്. ഓക്കെ, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജി കാണുന്നുണ്ട്, നിങ്ങളെ വിട്ടു പോയതായിരിക്കാം, നിങ്ങൾ തമ്മിലൊരു അകൽച്ചയായിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം. ആക്ച്വലി ഇവിടെ ഓക്കെ, എന്തായാലും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്, തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. അത് ഞാൻ ആദ്യമേ പറയാം. ഇവിടെ വിധിയുണ്ട്, ഫേറ്റ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള ഫേറ്റഡ് കണക്ഷൻ ആണ് ഇത്. എൻഡായിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എൻഡൊന്നും ആയിട്ടില്ല. ഒരല്പം ഒരു മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ടെമ്പററി കാര്യമാണ്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളോടുള്ള ഇമോഷൻസ് അവർക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ്. സോ തീർച്ചയായിട്ടും അതുണ്ട്, ബട്ട് അത് പുറമെ കാണിക്കുന്നില്ല. ഓക്കെ, ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണ്. ഇപ്പോൾ അവർ നിങ്ങളെ വിട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ടോട്ടലി സെപ്പറേഷൻ ബ്ലോക്ക് ചെയ്ത് പോയി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന രീതിയിലായിരിക്കാം. ബട്ട് എന്ത് തന്നെയായാലും ഇവിടെ അവർ ഒരു തൽക്കാലത്ത് ഒരു ഹോൾഡ് ബാക്ക് ആണ്. അവർ പുറമേ കാണിക്കുന്ന എല്ലാ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. ഓക്കെ, ഇപ്പോൾ അവർ കുറച്ച് മാറി നിൽക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് എനിക്ക്. എൻ്റെ അത് നിങ്ങൾ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക. അവർ ഉള്ളിൽ തീർച്ചയായിട്ടും ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഡിവൈൻ കൊണ്ടുവരും നിങ്ങളെ ഒന്നിച്ച്. ഡോണ്ട് വറി. ഓക്കെ, സോ മാരേജ്. രണ്ടുപേര്. വാവ്. പ്രപ്പോസൽ ആൻഡ് യൂണിക്കോൺ. വാവ്. ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട് ഇവിടെ. സോ കീ ഉണ്ട്, സൊല്യൂഷൻ കിട്ടും. നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ സോൾവ് ആവും എന്ന രീതിക്കാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ റീഡിങ് കാണുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മാരേജ് നിലനിൽക്കുന്ന രീതിക്ക് തന്നെയാണ്, അത് വിട്ടുപോകുന്ന രീതിക്കൊന്നും കാണുന്നില്ല. അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അത് മാറും. ഓക്കെ, നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അടുപ്പം വരും. ഇവിടെ വേറെ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള മാരേജ് കൂടി പോസിബിലിറ്റി ആണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് പേഴ്സൺ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, അത്രയെങ്കിലും നമുക്ക് വിശ്വസിക്കാം. ബിക്കോസ് ഇവിടെ എംപററും നമ്മൾ അങ്ങനെ തന്നെയാണ്. വളരെ നമ്മൾ പറയില്ലേ, ഒരു കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് അവർ, മനസ്സുകൊണ്ട് കമ്മിറ്റഡ് ആണ്. പക്ഷേ മേ ബി പുറമെ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ബട്ട് അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. യു ആർ അട്രാക്ടിങ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് എന്നാണ് പറയുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സോ യെസ്, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണ്. അവർ എവിടെ ഇരുന്നാലും ശരി, ആരുടെ കൂടെ ആയാലും ശരി, അവർ മനസ്സിൽ നിങ്ങളാണ് തീർച്ചയായിട്ടും. എൻ്റെ ഇവിടെ യെസ്, അവർ നിങ്ങളോട് ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. യൂണിക്കോൺ ആണ്. സക്സസ്, ഹോപ്പ്, ഫ്രീഡം, ഹീലിംഗ്, മാജിക്. ഓക്കെ, ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു മാജിക്കലി ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഓക്കെ, ബിലീവ് ഇൻ മാജിക്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രെസ് അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് എനർജിയിൽ ശരിക്കും ഡിസ്റ്റൻസ് കൂടുതലാവും. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ബിലീവ് ദാറ്റ് ഓക്കെ, അവർ വരും എന്തായാലും. അവർ മനസ്സിൽ ഞാനുണ്ട്, എപ്പോഴായാലും അവർ വരും. അവർക്ക് ഫ്രീഡം കൊടുക്കാം. ഓക്കെ, തിരിച്ചു വരാൻ നമ്മൾ പറയില്ല, ഒരു ഫ്രീഡമാണ് കൊടുക്കേണ്ടത്. എപ്പോഴും അവർക്കായിട്ട് വരാൻ തോന്നണം, അത് തോന്നുകയും ചെയ്യും. ഡോണ്ട് വറി. ഓക്കെ, സോ ഇവിടെ എന്തായാലും നിങ്ങളുള്ള എനർജി വളരെ ഹൈ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ, കുറച്ച് പേർക്കെങ്കിലും മാരേജ് പോസിബിൾ ആയവർക്ക് നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസൽ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ വ്യക്തിയല്ല, ഈ വ്യക്തി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ തമ്മിലൊരു നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ തൽക്കാലം അകൽച്ച ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക, സമാധാനത്തിലിരിക്കാം. ഓക്കെ, ആൻഡ് ബി പോസിറ്റീവ്. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.